നയം മാറ്റിയെന്ന ചീഫ് എഡിറ്ററുടെ വിമർശനത്തിന് മറുപടിയുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗത്തെയും പരിഗണിക്കുക എന്നതാണ് നയം. ആദ്യ രക്ഷാധികാരി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് നയം രൂപീകരിച്ചത്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും സിഒ മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കി. ഇവരുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, ഈ ചീഫ് എഡിറ്ററുടെ വിമർശനത്തിനാണ് മാനേജ്മെന്റ് തന്നെ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് മാനേജ്മെന്റിന്റെ നിലപാട്? കെ.പി. നമുക്കറിയാം, സമസ്ത ലീഗ് തർക്കം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിന്റെ എഡിറ്റർ തന്നെ രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ പത്രം സുപ്രഭാതം പത്രം തന്നെ അതിന് മറുപടിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് നയം മാറ്റത്തിനെതിരെ ചീഫ് എഡിറ്ററുടെ വിമർശനത്തിനാണ് ഇപ്പോൾ ഒരു മറുപടി പത്രത്തിന്റെ എഡിറ്റോറിയൽ മുഖേന വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് നോക്കി കാണാൻ. എന്തായാലും വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗത്തെയും പരിഗണിക്കുന്ന നയമാണ് തങ്ങളുടേത് എന്നാണ് സുപ്രഭാതം വ്യക്തമാക്കിയിരിക്കുന്നത്. നയം തീരുമാനിച്ചത് ആദ്യ രക്ഷാധികാരി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ഉൾപ്പെടെ ഉള്ള നേതൃത്വമാണ് എന്നുള്ള കാര്യം കൂടി പത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ഈ സിഇഒ, അതായത് നിലവിലെ സിഇഒ മുസ്തഫ മുണ്ടുപാറയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം കൃത്യമായി പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും LDF തിരഞ്ഞെടുപ്പ് വർഷം ചെലുത്തുന്നതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് ചൂട് പിടിക്കുന്നത്. അതിനൊടുവിലാണ് തർക്കം മറ്റൊരു തലത്തേക്ക്. സോണൽ, ഇവിടെ ഈ ലീഗ് സമസ്ത തർക്കമാണ് ഒരു ഘട്ടത്തിൽ രൂക്ഷമായതെങ്കിൽ സമസ്തയ്ക്കുള്ളിൽ തന്നെ വിഭിന്ന സ്വരങ്ങൾ രൂപപ്പെടുന്നു. ഈ മുഖപത്രവുമായി ബന്ധപ്പെട്ട് ഗൾഫിലെ അതിൻ്റെ എഡിഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഭിന്നസ്വരങ്ങൾ ഉടലെടുക്കുകയാണല്ലോ. ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ ലീഗ് നിലപാടിനെ ചൊല്ലിയും അല്ലെങ്കിൽ സമസ്തയുടെ നിലപാടിനെ ചൊല്ലിയും ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ഇത് രണ്ടാമതും മറ്റൊരു തലത്തേക്ക് പോകാൻ കാരണമായത് LDF പരസ്യങ്ങൾ സുപ്രഭാതം തങ്ങളുടെ പേജുകളിൽ, അതായത് തങ്ങളെ പത്രത്തിൽ നൽകാൻ തുടങ്ങിയതിൽ പിന്നെയാണ്. പക്ഷെ ഇത് എല്ലാവരെയും പരിഗണിക്കും എന്നുള്ളതാണ് സുപ്രഭാതത്തിന്റെ CEO ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, സംസ്ഥയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അത്തരമൊരു പത്രത്തിൽ LDFന്റെ പരസ്യം വലിയ തോതിൽ വന്നതിനെ ചൊല്ലി ആദ്യഘട്ടത്തിൽ തന്നെ തർക്കമുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ഗൾഫ് എഡീഷനിലേക്ക് ഉദ്ഘാടനത്തിന് വെച്ച ചടങ്ങിൽ നേതാക്കൾ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വിട്ടുനിൽക്കുന്ന, ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് ഒന്നുകൂടി ചൂടുപിടിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എഡിറ്റർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം. അതായത് നയംമാറ്റം നടന്നിരിക്കുന്നു പ്രവാദത്തിൽ എന്നുള്ള കാര്യവുമായി വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യത്തിൽ ചെറിയ തോതിൽ തുടങ്ങി പിന്നെ അത് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അടുത്ത മുഷവറ യോഗത്തിൽ കൃത്യമായി പറയും എന്നുള്ള കാര്യമാണ് എഡിറ്റർ പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ പത്രം തന്നെ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം, ലീഗ് നേതാക്കൾക്കെതിരെയും ഈ ഒരു ലേഖനത്തിൽ വിമർശനമുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷണൽ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം ലീഗ് നേതാക്കളെ സംബന്ധിച്ചുണ്ടായി. അതായത് ഈ ഉദ്ഘാടന തീയതി നിശ്ചയിച്ച സാദിഖ് അലി തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടും ചോദിച്ചു തന്നെയാണ്. എന്നിട്ടും അവർ പങ്കെടുത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ലേഖനത്തിൽ, അതായത് സുപ്രഭാതത്തിൽ ഇന്ന് വന്ന CEO എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ തർക്കം, അതായത് സംസ്ഥയ്ക്കുള്ളിലെ തർക്കം മറ്റൊരു ചർച്ചയ്ക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു വിരൽചൂടലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിശദീകരണം. സോണലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.